നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഏതിൻ്റെയൊക്കെയാണെന്ന് അറിയില്ലേ? ഒന്ന് സൂപ്പർ മീറ്റിയോർ 650, രണ്ട് നമ്മുടെ ഷോട്ട് ഗൺ 650. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ കുറേ പേര് ചോദിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കമ്പാരിസണിലേക്ക് ഒന്ന് കടന്നാലോ? വായോ. നമ്മളിന്ന് ഈ കമ്പാരിസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിന് രണ്ടിനും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് സെയിം എഞ്ചിനാണ്. 648cc ഇൻലൈൻ ട്വിൻ സിലിണ്ടർ SOHC എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ രണ്ട് വാഹനത്തിനും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല. സെയിം സ്പെക്ക് തന്നെയാണ് ഇതിന് രണ്ട് വാഹനത്തിൻ്റെയും എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എയ്സ്തെറ്റിക്കിലുള്ള ഡിഫറൻസസ്, ഇതിൻ്റെ ഡയമെൻഷനിലുള്ള ഡിഫറൻസസ്, ഇതിലുപയോഗിക്കുന്ന ഓയിലിൻ്റെയും ബാക്കിയുള്ള കപ്പാസിറ്റീസും കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എയ്സ്തെറ്റിക്കിലുള്ള ഡിഫറൻസസ് ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ അലോയ്സ് സൂപ്പർ മീറ്റിയോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അലോയ്സ് ഈ ഒരു ഷേപ്പിലാണ്, ഡയമണ്ട് ഷേപ്പിലാണ് വരിക. ഇതിൻ്റെ വരുമ്പോൾ ഈ ഡിസൈനിലാണ് വരുന്നത്. രണ്ടിനും ഫ്ലോട്ടിംഗ് ആക്സൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത്. അതിന് തൊട്ട് മീതയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മഡ് ഗാർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഷോട്ട് ഗണ്ണിൽ ഒരു ബോക്സി ടൈപ്പ് ഓഫ് മഡ് ഗാർഡാണ് കാണാൻ സാധിക്കുക. കണ്ടോ? അത് തന്നെ നമ്മൾ സൂപ്പർ മീറ്റിയോറിലേക്ക് വരുമ്പോൾ അതൊരു ഓവൽ ടൈപ്പ് ഓഫ് മഡ് ഗാർഡാണ് വരിക. ഇനി ഷോവ സസ്പെൻഷൻ നമുക്ക് രണ്ടിനും അപ്സൈഡ് ഡൗൺ ഫോക്സ് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് 120mm ട്രാവൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ മീതേക്ക് വരുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ നോക്കുമ്പോൾ രണ്ട് വണ്ടിക്കും LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സൂപ്പർ മീറ്റിയോറിനെ അപേക്ഷിച്ച് ഷോട്ട് ഗണ്ണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിന് ഒരു കൗള് കൊടുത്തിട്ടുണ്ട്. അത് അലുമിനിയം ആയിട്ടുള്ള ഒരു കൗളാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് നിങ്ങൾ മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ ക്ലസ്റ്റേഴ്സ് രണ്ട് വാഹനത്തിനും സെയിം ആണ്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഹാൻഡിൽ ബാർസിലാണ് വേറെ വ്യത്യാസം വന്നിട്ടുള്ളത്. ഷോട്ട് ഗണ്ണിൽ നമുക്ക് വൈഡറായിട്ട് ഒരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ മീറ്റിയോറിൽ അതിലും വൈഡറായിട്ടും ഒന്നും കൂടി ഹൈറ്റിലുള്ള ടൈപ്പ് ഓഫ് ഒരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം ഒരു സിൽവർ ഫിനിഷിലാണ് വരിക. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ടാങ്കിൻ്റെ ഒരു കപ്പാസിറ്റിയിലേക്കും ഇതിലേക്കും വരുമ്പോൾ 13.8 ലിറ്റേഴ്സാണ് നമ്മുടെ ഷോട്ട് ഗണ്ണിൻ്റെ ടാങ്ക് വരുന്നത്. അതൊരു ബോക്സി ടൈപ്പ് ഓഫ് ടാങ്കാണ് റോയൽ എൻഫീൽഡിന് കൊടുത്തിട്ടുള്ളത്. ഈ കളർ നിങ്ങൾ കാണുന്നത് ആകെ 25 വണ്ടികളാണ് ഇതുപോലത്തെ ഇറങ്ങിയിട്ടുള്ളത്. ഇറ്റ് ഇസ് എ ലിമിറ്റഡ് എഡിഷൻ. മോട്ടോവേഴ്സ് ബ്ലൂ എന്നാണ് ഈ കളറിൻ്റെ പേര് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബോക്സി ഡിസൈനാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോട്ട് ഗണ്ണിൻ്റെ ടാങ്ക് വരുന്നത്. ഇതിലാവുമ്പോൾ ഒരു ടിയർ ഡ്രോപ്പ്, അത് സൂപ്പർ മീറ്റിയോറിൽ വരുമ്പോൾ അതൊരു ടിയർ ഡ്രോപ്പ് ഡിസൈനിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ടിയർ ഡ്രോപ്പ് ഡിസൈനാണ് വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലാർ ഗ്രീൻ എന്ന് പറഞ്ഞാണ് സൂപ്പർ മീറ്റിയോറിൽ. അതിൽ നമുക്ക് എംബ്ലംസ് എംബോസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് സൂപ്പർ മീറ്റിയോറിന് കൊടുത്തിട്ടുള്ളത്. ഇതിലാണെങ്കിൽ എംബ്ലംസ് നമുക്ക് ഒരു സ്റ്റിക്കർ ടൈപ്പിലാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് കവേഴ്സ് നമുക്ക് സൂപ്പർ മീറ്റിയോറിൽ ഒരു ആഷ് കളറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വാഹനത്തിൽ അതൊരു ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ നോർമൽ വേർഷനിൽ ഏതിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവ് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് കവേഴ്സിൻ്റെ ഒരു കാര്യം വരുന്നത്. പിന്നെ എടുത്തു പറയാവുന്നത് നമ്മുടെ ഷോട്ട് ഗൺ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ GTയുടെയും സൂപ്പർ മീറ്റിയോറിൻ്റെയും ഒരു ക്രോസ് ഓവറാണ് എടുത്ത് പറയാം. കാരണം വെച്ചാൽ അതിൽ നിന്നാണ് ഇതിൻ്റെ ഡിസൈൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു റോഡ്സ്റ്ററാണ് വിത്ത് ഓൾ ദ ഫെസിലിറ്റീസ് ഓഫ് എ ബോബർ ടൈപ്പ്. അപ്പോൾ ബോബറിൻ്റെയും റോഡ്സ്റ്ററിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മീറ്റിയോറിൽ ഒന്നും കൂടി റിലാക്സ്ഡ് ആയിട്ട് ക്രൂസ് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് കാല് നീട്ടി വെക്കുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷോട്ട് ഗണ്ണിൽ വരുമ്പോൾ ആ പൊസിഷൻ ഒന്നും കൂടി പിന്നിലോട്ട് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഷോട്ട് ഗണ്ണിൽ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നമ്മൾ ഷോട്ട് ഗണ്ണിലിരിക്കുക. നേരെ തിരിച്ച് നമ്മൾ സൂപ്പർ മീറ്റിയോറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാല് ഫ്രണ്ടിലേക്ക് ഒന്ന് നീട്ടി വെക്കേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. വായോ.
ഇതാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോറിൽ ഇരിക്കുന്ന പൊസിഷൻ. ഒന്നും കൂടി താന്നിട്ടാണ് ഇരിക്കുക. നമ്മുടെ കാലുകൾ നമുക്ക് ഫ്രണ്ടിലേക്കാണ്, നമുക്ക് കൈ ഇങ്ങനെ പിടിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോറിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോണത് ടാങ്ക് കപ്പാസിറ്റികളെ കുറിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന വാഹനം സൂപ്പർ മീറ്റിയോറാണ്. സൂപ്പർ മീറ്റിയോറിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 15.7 ലിറ്റേഴ്സാണ്. അപ്പോൾ 15.7 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇത് ക്രൂസ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന് കപ്പാസിറ്റി കൂടുതലാണ്. റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.1 ലിറ്ററാണ്, 3.1 ലിറ്ററാണ്. ഇനി നമ്മൾ ഷോർട്ട് ഗണ്ണിലേക്ക് വരുമ്പോൾ അത് ഒരു നമ്മൾ പറഞ്ഞില്ല, ഒരു റോഡ്സ്റ്റർ ആണ്, ഒരു ബോബറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ്. പക്ഷെ അത് ബോബർ അല്ല. അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.8 ലിറ്ററാണ്. അതിൻ്റെ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.8 ലിറ്ററാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സീറ്റ് ഹൈറ്റുകളെ കുറിച്ചാണ്. ഷോർട്ട് ഗൺ 650യുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 795 mm ആണ്. വെൻ കമ്പയർഡ് ടു സൂപ്പർ മീറ്റിയോറിൻ്റെ വരുന്നത് 740 ആണ്. 740 എന്ന് പറയുന്നത് വൺ എമംഗ് ദി ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും സൂപ്പറായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് സൂപ്പർ മീറ്റിയോർ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്, നിങ്ങൾക്ക് കാല് എളുപ്പത്തിൽ എത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്കിനി സൂപ്പർ മീറ്റിയോറിൻ്റെ സീറ്റിങ്ങിൻ്റെ ഒരു എർഗണോമിക്സിനെ കുറിച്ച് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 745 അതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർസ്റ്റെല്ലാർ ഗ്രീൻ എന്ന് പറഞ്ഞ ഈ കളറിൽ വരുമ്പോൾ നമുക്ക് 2 സീറ്റ്സാണ്, സെപ്പറേറ്റ് സീറ്റ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റ് ഊരി വെച്ചിട്ട് ഇവിടെ ഒരു അലുമിനിയം പാനീർ പോലത്തെ ഒരു സാധനം വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ടൂറിംഗ് സീറ്റും ഇതിന് വെക്കാവുന്നതാണ്. അത് അഡീഷണൽ ഒരു ആഡ് ഓൺ ആണ്. നമ്മളിനി ഇത് നമ്മുടെ ഷോർട്ട് ഗണ്ണിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇതൊരു സിംഗിൾ സീറ്റാണ്. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ത്യക്കാർ വി ലുക്ക് ഇൻ ടു വാല്യൂ ഫോർ മണി പ്ലസ് സ്റ്റൈൽ ആൻഡ് ദ പ്രസൻസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ റൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് ഈ സൂപ്പർ മീറ്റിയോറിനെ വെച്ച് നോക്കുമ്പോൾ ഷോർട്ട് ഗണ്ണിൽ ഡ്യുവൽ സീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ഡ്യുവൽ സീറ്റ് ആക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊരു 3 പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാം. സിംഗിൾ സീറ്റായിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിയറിൽ സീറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് ഊരി മാറ്റി, ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി മാറ്റി ഇതിവിടെ ഒരു റാക്കായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഊരി മാറ്റി സിംഗിൾ സീറ്റായിട്ടും ഈ വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 സീറ്റ് ആക്കിയതിന് ഒരു കാരണമുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ തോട്ട് പ്രോസസ്സ് വളരെ നന്നായി ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാനുള്ള എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സിംഗിൾ സീറ്റ് വാഹനമാണ് നമ്മുടെ ഷോർട്ട് ഗണ്ണായിട്ട് ഇറങ്ങിയിരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസിൽ ഈ വണ്ടി സിംഗിൾ സീറ്റ് എന്നുള്ള രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ ഒരു ഡമ്മി സീറ്റ് വെച്ച് പിടിപ്പിക്കും, എന്തായാലും പിടിപ്പിക്കും. അങ്ങനെ ഒരു കാരണം വന്ന് ഒരു അപകടം വന്നു എന്നിരിക്കട്ടെ, ആ അപകടം ഉണ്ടാകുമ്പോൾ റിയർ സീറ്റിലെ ആൾക്ക് ഒരിക്കലും ഇൻഷുറൻസ് കിട്ടില്ല. ആ കിട്ടാൻ വേണ്ടി കൂടിയാണ് ഇവരിറക്കുമ്പോൾ ഇത് ഡ്യുവൽ സീറ്റാക്കിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഈവൻ അവർ ബോബർ സ്റ്റൈലിംഗ് ആണെങ്കിൽ കൂടി റോയൽ എൻഫീൽഡ് അവരുടെ തോട്ട് പ്രോസസ്സ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 2 സീറ്റിനുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി പുറത്തുനിന്ന് നിങ്ങളെടുത്ത് പണിയിപ്പിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തണ്ട എന്ന് കരുതിയിട്ടാണ് അവർ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ തന്നിട്ടുള്ളത്. ഇത് ഒരു സിംഗിൾ സീറ്റാണ്. ഇതിന് പിന്നിൽ നമുക്കൊരു സീറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ ഇത് തുറക്കുന്നത് മുകളിൽ നിന്നാണ്. അത് റോയൽ എൻഫീൽഡിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വണ്ടിക്ക് സീറ്റിന് ലോക്ക് മേളിൽ നിന്ന് വരുന്നത്. പിന്നെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്, ഈ റാക്ക് ഊരി വെക്കാവുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അപ് ടു ദ കസ്റ്റമേഴ്സ് പ്രിഫറൻസ്, എങ്ങനെ ഈ വണ്ടി യൂസ് ചെയ്യണം എന്നുള്ളതിന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ വരുന്നത്. നമ്മളിനി സംസാരിക്കാൻ പോണത് 2 വാഹനങ്ങളുടെയും സസ്പെൻഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 43 mm ഫോർക്കിൽ ഷോ വരെ സെപ്പറേറ്റ് ഫംഗ്ഷനിങ് ഫോക്സ് തന്നെയാണ് 2 വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷനിൽ ട്രാവലിൽ ലേശം വ്യത്യാസം കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് ഗണ്ണിൽ വരുന്നത് 100, 90, 18 ടയർ സൈസ് വരുന്നത്. പക്ഷേ നമ്മൾ സൂപ്പർ മീറ്റിയോറിൽ വരുമ്പോൾ അത് 100, 90, 19. അപ്പോൾ ഒരു ലേശം ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ട്രാവലിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിയർ സസ്പെൻഷനിലേക്ക് നോക്കുക
നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഷോവേരെ തന്നെ ട്വിൻ സസ്പെൻഷൻസ് ആണ് വരുന്നത്. പക്ഷേ ഷോർട്ട് ഗണ്ണിന് ഒരു 9 സെൻറ്റിമീറ്റർ നമുക്ക് 9 mm ഒരു വ്യത്യാസം കാണിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലെ ടയറും ഈ പറഞ്ഞ പോലെ ചേഞ്ച് വരുന്നുണ്ട്. സൂപ്പർ മീറ്റിയോറിൽ നമുക്ക് റിയറിലത്തെ ടയർ എന്ന് പറയുമ്പോൾ 150, 80, 16 വരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ഗണ്ണിൽ വരുമ്പോൾ അത് 150, 70, R17 വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സസ്പെൻഷൻ്റെ ട്രാവലിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കും. പിന്നെ ഒന്നും കൂടി ഹൈറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്ട് ഗണ്ണിൽ ട്രാവൽ ചെയ്യാനും പറ്റും. സിറ്റി റൈഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. ലോങ് ഡ്രൈവ്സിൽ എപ്പോഴും സൂപ്പർ മീറ്റിയോർ തന്നെയാണ് ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഇനി നിങ്ങൾ നമ്മുടെ ബാക്കിലത്തെ മഡ് ഗാർഡ്, റിയർ മഡ് ഗാർഡിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് സൂപ്പർ മീറ്റിയോറിന് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തോട്ട് നിൽക്കുന്ന ആ ഒരു ക്രൂസർ ലുക്കിലേക്കുള്ള മഡ് ഗാർഡുകളാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഷോർട്ട് ഗണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടിനെൻ്റൽ GTയുടെയും സൂപ്പർ മീറ്റിയോറിൻ്റെയും ഒരു ക്രോസ് ഓവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മഡ് ഗാർഡ് ഒന്നും കൂടി പൊന്തിച്ചിട്ടുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അത് അതിൻ്റെ ലുക്സിന് ഭയങ്കരമായിട്ട് അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് അതുപോലെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഷോർട്ട് ഗൺ 650 എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് സൂപ്പർ മീറ്റിയോർ ആൻഡ് കോണ്ടിനെൻ്റൽ GT എന്ന് നമ്മൾ പറയണ്ടായി. അപ്പോൾ ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ലോങ് ഡ്രൈവ്സിന് വേണ്ടിയിട്ടല്ല. ദിസ് ഈസ് മോസ്റ്റ്ലി ഇൻ ടു സിറ്റി ഡ്രൈവ്സ്. അപ്പോൾ സിറ്റി ഡ്രൈവ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സിറ്റിംഗ് എർഗണോമിക്സും ആ ഒരു സ്റ്റൈലിങ്ങും അതിൻ്റെ ഒരു റൈഡിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ്ലി ഇൻ ടു ലുക്സ്, സ്റ്റൈൽ ആൻഡ് വാട്ട് യു സേ, ഇറ്റ് ഈസ് ലൈക്ക് എ സിറ്റി ക്രൂസർ. സിറ്റിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാവുന്ന രീതിയിലാണ്, റോഡ്സ്റ്റർ ആയിട്ടാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബാക്കിലത്തെ സീറ്റും ബാക്കിലത്തെ റാക്കും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസംബിൾ എ ബോബർ, ബട്ട് ഇറ്റ് ഇസ് നെവർ എ ബോബർ. ബിക്കോസ് ബോബർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിലത്തെ ആ മഡ് ഗാർഡിൻ്റെ കൂടെ സസ്പെൻഷൻ്റെ കൂടെ മഡ് ഗാർഡും കൂടി ട്രാവൽ ചെയ്യുമ്പോഴാണ് അതൊരു ബോബർ എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ our new shotgun 650 is mostly into a roadster rather than to a bobber എന്ന് പറയേണ്ടി വരും. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സോസ്റ്റ് നമ്മളെ സൂപ്പർ മീറ്റിയോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ മീറ്റിയോറിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഷോർട്ട് ഗണ്ണിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ മിസ്റ്റർ സനലുണ്ട് ഇവിടെ. സനലെ ഒന്ന് ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒന്ന് ഒരു ഏരിയൽ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് മുകളിൽ നിന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എക്സോസ്റ്റ് നിൽക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. കണ്ടോ? ഒന്ന് ഇവിടെ നിന്ന് ഒരു ഏരിയൽ വ്യൂ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ഇതിൻ്റെ എക്സോസ്റ്റ് നിൽക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനോട് ചേർന്നിട്ടായിരിക്കും ഇതിൻ്റെ എക്സോസ്റ്റ് നിൽക്കുക. വെൻ കമ്പയർഡ് ടു അവർ ഷോർട്ട് ഗൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് നിൽക്കുക, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നിൽക്കുക. സൂപ്പർ മീറ്റിയോറിന് ഇങ്ങനെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ അത് ഇങ്ങനെയാണ് നിൽക്കുക. ഒന്ന് വരൂ സനൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നമ്മുടെ റിയർ സ്വിങ് ആമിൻ്റെ ഇവിടെ നിന്ന് എന്തോരം വ്യത്യാസം കണ്ടോ? ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു മോളിൽ നിന്നുള്ള ഇങ്ങനെ ഒരു വ്യൂ കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് കണ്ടാൽ മനസ്സിലാവും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ റിയർ മഡ് ഗാർഡിനെ കുറിച്ച് സംസാരിച്ചു. റിയർ മഡ് ഗാർഡ് നമ്മുടെ ലൈറ്റിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴെ നിന്ന് ഇത് കട്ടായി പോവുകയാണ്. കണ്ടോ? അതും ഒരു ബോക്സി ടൈപ്പ് ഓഫ് മഡ് ഗാർഡ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൂപ്പർ മീറ്റിയോറിൽ നമുക്ക് ഒരു കെർവി ടൈപ്പ് ആണെങ്കിൽ ഇതൊരു ബോക്സി ടൈപ്പാണ്. ഇത് ലൈറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തേക്കാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോറിന് നിൽക്കുന്നത്. ഈവൻ റിയറിലത്തെ നമ്മുടെ അലോയ് വീൽസും നമ്മുടെ ചേഞ്ച് ഉണ്ട് രണ്ട് വണ്ടിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് രണ്ട് വണ്ടിയുടെ, അതായത് സൂപ്പർ മീറ്റിയോർ 650യുടെയും ഷോർട്ട് ഗൺ 650യുടെയും ഒരു കമ്പാരിസണാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ പെർട്ടിക്കുലർ കളർ എന്ന് പറയുന്നത് മോട്ടോവേഴ്സ് ബ്ലൂ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കളറ് ആരും ചോദിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 25 നമ്പേഴ്സ്. ആ 25 നമ്പേഴ്സിൽ കേരളത്തിൽ 4 വണ്ടിയാണ് വന്നിട്ടുള്ളത്. ആ 4 വണ്ടിയിൽ ഒരു വണ്ടിയാണ് ഈ കാണുന്ന മോട്ടോവേഴ്സ് ബ്ലൂ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഗൺ. ഇപ്പോൾ കുറേ പേര് ചോദിക്കും ഇതിൻ്റെ എന്താ വില എന്നുള്ളത്. സാധാരണ വണ്ടീനും വിട്ടിട്ട് 1,50,000 രൂപയുടെ അടുത്തേക്ക് ഈ വണ്ടിക്ക് വില കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും എന്തിനാണ് ഇത്രയും കാശ് കൊടുത്ത് ഈ വണ്ടി വാങ്ങുന്നത് എന്നുള്ളത്.
വണ്ടി വാങ്ങുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇങ്ങനത്തെ വണ്ടികൾ എന്ന് പറയുന്നതിൻ്റെ വില എന്നും എപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടേ പോവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഫോർ 25 നമ്പേഴ്സ്. നിങ്ങൾ റോളക്സിൻ്റെ വാച്ചുകളൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ദിസ് ഈസ് കൺസിഡേർഡ് ടു ബി എ കളക്ടേഴ്സ് വെഹിക്കിൾ. അതായത് ഇത് എടുത്ത് സൂക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഓടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം, പക്ഷേ എടുത്ത് സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇതുപോലത്തെ കളേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ലിമിറ്റഡ് എഡിഷൻ കളേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ 25 നമ്പറിൽ ഒരു വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ഈ വാഹനം നമ്മുടെ അടുത്ത് ബുക്ക് ചെയ്ത ആ കസ്റ്റമറുടെ അടുത്താണ്. സോ ഹിയർ ഈസ് മൈ താങ്ക് യു ഫോർ ഹിം ആൻഡ് ഹിയർ ഈസ് മൈ ഹോൾ ഹാർട്ടഡ് താങ്ക് യു ഫോർ ഓൾ ദ വ്യൂവേഴ്സ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി പറയാണ്, ഈ ഒരു വീഡിയോ കണ്ടതിനും ഈ കമ്പാരിസൻ്റെ കൂടെ നമ്മുടെ കൂടെ നിന്നതിനും. അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ പതുക്കെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുപോലത്തെ വണ്ടി എടുക്കാൻ സൂപ്പർ മീറ്റിയറോ അല്ലെങ്കിൽ ഷോട്ട് ഗണ്ണോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് 3 സ്റ്റോറുകളാണ് തൃശ്ശൂരുള്ളത്. തൃശ്ശൂരുള്ളതിൽ കുരിയിച്ചിറയിൽ നമുക്ക് സെയിൽസ് ആൻഡ് സർവീസ്, ഇരിഞ്ഞാലക്കുട സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട്, പാട്രാക്കൽ സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്പേഴ്സ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടിയും റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് ഏത് വണ്ടി എടുക്കണം താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റെഡി ക്യാഷ് ആയിട്ടാണെങ്കിലും ഫിനാൻസ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നിന്ന് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി വണ്ടീനെ കുറിച്ച് അറിയാനാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ നമ്മൾ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ വണ്ടി എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന് അറിവ് കൂടുതൽ പകരാനാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. ഫിനാൻസ് സ്കീമിൽ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഫിനാൻസ് സ്കീമുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോവസ്റ്റ് ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്, ലോവസ്റ്റ് EMIs ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, നിങ്ങളതുപോലെ വെയിറ്റ് ചെയ്യാണെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡിൻ്റെ DP ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ അമേസിങ് ആൻഡ് സ്റ്റേ ഇൻ ലവ്.